കാസയുടെ സംഘി നിലപാടുകൾ പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ യൂദാസനെ തിരിച്ചറിഞ്ഞ അവസ്ഥയാണുള്ളത്. 5 ദിവസത്തിലേറെയായി ഛത്തീസ്ഗഡിൽ കൊടും കുറ്റവാളികളുടെ കൂട്ടത്തിൽ 2 പ്രായം ചെന്ന സിസ്റ്റർമാരെ പാർപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുകയാണ്. ചെയ്ത തെറ്റെന്താണ്? മനുഷ്യക്കടത്ത് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാസക്കാർ പാദസേവ നടത്തി സവർക്കർ ചെയ്യുന്നത് പോലെ സംഘികളുടെ പിന്നാലെ നടന്ന് അവരുടെ കാല് നക്കി നക്കി ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് തൊഴുത്തിലിട്ട് ഒരു വിലയുമില്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയുകയാണ്. കർത്താവിന് അത് കണ്ട് സഹിക്കാതെ ഏറ്റവും ഒടുവിലെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വെളിച്ചമുണ്ടാകട്ടെ, ചിന്തയുണ്ടാകട്ടെ എന്ന നിലയ്ക്ക് 2 കർത്താവിന്റെ മണവാട്ടിമാരെ തന്നെ ദ്രോഹിക്കുന്ന ഒരു സംഭവം തുറന്നു കാട്ടിക്കൊടുത്തിട്ടും കാസ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ വരികയാണ്. ഇന്നിപ്പോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. 5-6 ദിവസമായിട്ട് ഒരു കന്യാസ്ത്രീ അകത്ത് കിടക്കുന്നു. അപ്പോ കേരളത്തിലെ ഇലക്ഷൻ സ്റ്റണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചതെന്നും അവിടെ കാസ ഉൾപ്പെടെയുള്ളവർ സംഘികളുടെ നിന്ന് കട്ടിക്ക് പണം വാങ്ങിയതിനു ശേഷം ഒരു മതത്തെ ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നതിനെ കർത്താവ് തന്നെ നേരിട്ട് ഉദാഹരണം കാണിച്ച് പൊളിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ വന്ന് ഫേസ്ബുക്കിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് അടുത്തത് ഹൈക്കോടതിയാണ് അവിടെ നിന്ന് ജാമ്യം അനുവദിക്കേണ്ടത്. ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നതിന് കോടതിയിൽ പോയി വാദം പറയാതെ നേരെ അമിത്ഷായെയും മോദിജിയെയും കണ്ടതിന് ശേഷം അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്.